നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസവും മൗന പ്രചാരണത്തിൽ സജീവമാണ് സ്ഥാനാർത്ഥികൾ. വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ അദ്ദേഹം മഞ്ചാടുമൂട് IAS കോളനിയിൽ വീടുകൾ കയറി അവസാനവട്ടം വോട്ടർമാരെ നേരിൽ കാണുകയാണ്. എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് അവസാനവട്ടം? ശുഭപ്രതീക്ഷയാണ്, ഒരു കുഴപ്പമില്ല, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ ദിവസം കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ BJP പ്രവർത്തകരും താങ്കളെ അസഭ്യം പറഞ്ഞ സാഹചര്യം ഉണ്ടായെന്നൊക്കെയാണ് കോൺഗ്രസ് പ്രവർത്തകർ. അങ്ങനെ ഒരു അസഭ്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അതായത് അവരുടെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി, പക്ഷെ അത് അവര് എല്ലാവരും കൂടെ പരിഹരിച്ചു. ഇവിടെ പ്രതീക്ഷകൾ ശുഭപ്രതീക്ഷയിൽ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്നാണ്. തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാ ആശംസകളും. അത്തരത്തിലാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മൗന പ്രചാരണത്തിന്റെ ദിവസവും വലിയ പ്രചാരണം തുടരുകയാണ്. അവസാനവട്ട പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് വട്ടിയൂർക്കാവിലെ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായ VK പ്രശാന്ത് എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് നിലവിൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വന്നത്? ഇന്നലെ കൊട്ടിക്കലാശം ഉൾപ്പെടെ നടന്നു. വലിയ ആവേശത്തിലാണ് LDF അണികളാകെ ഉള്ളത്. പേർക്കിടയിൽ തടിച്ചുകൂടിയതിൽ 3/4 ഭാഗവും LDF-ന്റെ ആളുകളായിരുന്നു. അപ്പൊ അത് ട്രെയിനിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു അപ്പൊ അതിന്റെ അർത്ഥം അണികളെല്ലാം രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ കടുത്ത വെയിലിനെ അവഗണിച്ചുകൊണ്ടും അവരെല്ലാം ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആവേശം വോട്ടെടുപ്പ് കഴിയുന്നവരെ ഉണ്ടാകും. BJP പിടിക്കുന്ന വോട്ടുകൾ നിർണായകമായി മാറുമെന്നാണ് വിവിധ സർവേകളൊക്കെ പറയുന്നത്. അല്ല, BJP പിടിക്കുന്ന വോട്ടുകൾ നിർണായകം. അവരവരുടെ വോട്ട് പിടിച്ചാലൊരു പ്രശ്നം ആർക്കും വരാനില്ല. അതിൽ കൊഴിഞ്ഞുപോക്കുണ്ടായാൽ അത് ആരെ ബാധിക്കുമെന്ന് പറയാൻ കഴിയുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വ്യക്തമാക്കുന്നത്. ഇല്ല, അത് ഇപ്പോ ഞങ്ങളുടെ ശുഭപ്രതീക്ഷ എന്താ, ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് വികസനം നടത്തിയത്, ആളുകളുടെ കാര്യങ്ങൾ നോക്കിയത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെയും BJP-യുടെയും ഇതര പാർട്ടികളുടെയും ഒക്കെ വോട്ട് ഞങ്ങൾക്ക് വരും. പാർട്ടിക്ക് അതീതമായ വോട്ട് വരും. അപ്പൊ 2019-21 ഞങ്ങൾ ജയിച്ചതും അങ്ങനെയാണ്. LDF വോട്ടിന് പുറമെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി വരുമ്പോൾ ഈ മണ്ഡലം ജയിക്കുക എന്നുള്ളതാണ് അതിന്റെ ഫോർമുല. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടും. 21,000-നും 25,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.